നിങ്ങളുടെ കുഞ്ഞുവാവ എപ്പോഴും ഇറിറ്റബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നിർത്താതെ കരയാറുണ്ടോ? സാധാരണത്തിൽ കൂടുതലായി ഛർദിക്കോ തികട്ടി വരുന്നത് പോലെ തോന്നുന്നുണ്ടോ? പാല് കുടിക്കാൻ വിമുഖത കാണിക്കാറുണ്ടോ? ലൂസ് മോഷനോ മോഷനിൽ ബ്ലഡിന്റെ അംശം കാണുകയോ ചെയ്യാറുണ്ടോ? ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ വാവയ്ക്ക് പശുപാലിനോട് അലർജി ഉണ്ടാവാനുള്ള ലക്ഷണങ്ങളാണ്. വളരെ സാധാരണമായി കൈക്കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് പശുപാലിനോടുള്ള അലർജി. ഇത് കുഞ്ഞിന് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, അമ്മ കുടിക്കുന്ന പാലും പാലുൽപ്പന്നങ്ങളും മുലപ്പാലിൽ കൂടെ കുഞ്ഞുവാവയ്ക്ക് വരുന്നതാണ്. അതല്ല, പൊടിപ്പാൽ കുടിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക പാൽപ്പൊടികളും പശുപാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഒരിക്കൽ നിങ്ങളുടെ പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ പീഡിയാട്രിക് ഗാസ്ട്രോ ഡോക്ടർ വാവയ്ക്ക് പശുപാലിനോട് അലർജി ആണെന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ അമ്മ പരിപൂർണമായി ഡയറ്റിൽ നിന്ന് പാലും പാലുൽപ്പന്നവും അവോയ്ഡ് ചെയ്യണം. അതല്ല, പൊടിപ്പാൽ മാത്രം കുടിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അവർക്ക് പ്രത്യേകമായി ഓൾറെഡി ദഹിച്ച പാൽപ്പൊടികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഭൂരിഭാഗം കുഞ്ഞുങ്ങളും 1 വയസ്സ് പ്രായമാവുമ്പോൾ ഇതിനെ അതിജീവിക്കാറുണ്ട്. ഇതിനോടൊപ്പം അമ്മമാര് പാല് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് 1 ഗ്രാം കാൽഷ്യം ഗുളിക എന്നും കഴിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പീഡിയാട്രിഷ്യനെ അല്ലെങ്കിൽ പീഡിയാട്രിക് ഗാസ്ട്രോ ഡോക്ടറിനെ കാണേണ്ടതുണ്ട്.